നമസ്കാരം ഫ്രണ്ട്സുകളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് SCERT ഒരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. റിവിഷൻ്റെ കാര്യം മറക്കരുത്. ഏത് കാര്യം പഠിച്ചാലും മൂന്നാമത്തെ ദിവസം റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാതെ പോയിട്ടൊരു കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ പഠിക്കാൻ ഒരു ദിവസം പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് എടുക്കുക. എന്നിട്ട് ഏതായാലും 50 ചോദ്യമോ അല്ലെങ്കിൽ 100 ചോദ്യമോ നോക്കുക. ഇംഗ്ലീഷ് വൊക്കാബുലറിയും മലയാളം വൊക്കാബുലറിയൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണം. ഡെയിലി രാവിലെ ഇടുന്നുണ്ട്, അതൊന്ന് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് പോകണം. കാരണം ഇംഗ്ലീഷ് വൊക്കാബുലറി ഒറ്റ ദിവസം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, നല്ല സമയം എടുക്കും. ഇപ്പോഴേ കൗണ്ട് ചെയ്ത് തുടങ്ങിയാലേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് പാഠഭാഗത്തിലോട്ട് നോക്കാം. അലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിക്കുന്നു. അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്യാസസ് ആണ് മെയിനായിട്ട് വരുന്നത്. അന്തരീക്ഷത്തിലാണ് നമ്മൾ കാണുന്നത് കൂട്ടുമുള്ളും. ഈ ഒരു പട്ടിക കൊച്ചിലോട്ട് നമുക്ക് അറിയാവുന്നതാണ്. അന്തരീക്ഷ വായുവിൽ ഏതൊക്കെ ഗ്യാസസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗത്ത് എന്താ പഠിക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട ഗ്യാസസ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ തുടങ്ങിയ ഗ്യാസസിൻ്റെ കുറച്ച് പ്രോസസ്സുകൾ, അവയുണ്ടാക്കുന്ന രാസമാറ്റങ്ങൾ, അതുപോലെ തന്നെ രാസപ്രവർത്തനങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ പേരുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ, അവയെ ലാബിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാം തുടങ്ങിയ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാണ്? വാതകം ഏതാണ്? നൈട്രജനാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ലെവലിന് പോയിന്റ് സംതിങ് അടക്കം ചോദിച്ചിരുന്നു. അപ്പോൾ SCERT ആൻസർ ഇതാണ്. ഇത് പഠിക്കണം. 78.08 ആണ്. 78.08% ആണ് നൈട്രജൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. അതുപോലെ അന്തരീക്ഷത്തിൽ രണ്ടാമത് കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്രയാണ്? 20.95 ആണ്. ഓപ്ഷനിൽ 21 കാണും, 20.95 ആണ്. അപ്പോൾ എന്ത് എഴുതണം? 20.95 എഴുതണം. കറക്റ്റ് ആൻസർ തന്നെ എഴുതണം. അപ്പോൾ ഓർക്കുക. മറ്റുള്ളവ എത്ര ഉണ്ട്? 0.032 ഉള്ളൂ. കാർബൺ ഡയോക്സൈഡ് എത്ര ഉണ്ട്? 0.038 ആണ്. ഇതും ഒന്ന് നോട്ട് ചെയ്യണം. ഇത് PQ ആണ്. 78.08% ഉറപ്പായിട്ടും പഠിക്കണം. ആഹാര പദാർത്ഥങ്ങളിലും ഘടകമൂലകങ്ങളാണ്. മൂലകം എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ അലോഹങ്ങൾ തന്നെ, അതായത് വാതകങ്ങൾ എന്ന് പറയുന്ന സാധനം തന്നെയാണ്. അന്നജം എടുത്തു, കാർബോഹൈഡ്രേറ്റ്സ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. പ്രോട്ടീൻ അടിച്ചു അല്ലേ? പ്രോട്ടീൻ്റെ ഇതല്ലേ, മാംസ്യം അല്ലേ? പ്രോട്ടീൻ എടുത്തു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. എന്താണ് എന്നോട് വന്നു? നൈട്രജനും കൂടെ വന്നു. നൈട്രജൻ. കൊഴുപ്പ്, ഫാറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് എന്ത് മനസ്സിലായി? പ്രധാന പങ്ക് വഹിക്കുന്ന ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. അവയില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നമ്മളായിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ്. പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ നോക്കിയാൽ എന്തൊക്കെ തന്നെയാണുള്ളത്? കാർബൺ, ഹൈഡ്രജൻ സാധ്യത കാണാം. ഫോർ എക്സാമ്പിൾ PVC എടുത്ത് നോക്കിയാലോ, കാർബൺ, ഹൈഡ്രജന്, ക്ലോറിൻ കാണാം. പോളിത്തീൻ നോക്കിയാലോ, കാർബൺ, ഹൈഡ്രജൻ കാണാം. നമുക്ക് മനസ്സിലായി പ്രധാനമായിട്ടും അലോഹങ്ങൾ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ അല്ലെ സ്വാധീനം എത്രത്തോളം ചെലുത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഓരോന്നിനും എടുത്തു പിടിക്കണം. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജന് കുറേ സവിശേഷതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹൈഡ്രജനാണ്. ഹൈഡ്രജന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സൂര്യനിലും നക്ഷത്രങ്ങളിലും കാണപ്പെടുന്ന വാതകം ഏത്? ആൻസർ ഹൈഡ്രജൻ ആണ്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട. LGS ചോദിച്ചിട്ടുണ്ട്, LDCക്ക് ചോദിച്ചിട്ടുണ്ട്. സൂര്യനിലും നക്ഷത്രങ്ങളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വാതകം ഹൈഡ്രജൻ. പിന്നെ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പ്രധാന സംയുക്തം വാട്ടറാണ്, H2O ആണ്. അതുകൂടാതെ പ്രധാനപ്പെട്ട ആസിഡുകളിലെല്ലാം ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇല്ലാത്തൊരു ആസിഡ് ഇല്ലെന്ന് വേണേൽ പറയാം. പ്രധാനപ്പെട്ട ആസിഡുകളിലെല്ലാം അതൊക്കെ സംയുക്തങ്ങളാണ്. സംയുക്തം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്. സംയുക്തം ഉണ്ടാക്കുന്നത്, പ്രധാന സംയുക്തം എന്ന് പറഞ്ഞാൽ ജലമാണ്. ഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ള ജലമാണ്. ഇനി ക്വസ്റ്റ്യൻ, കണ്ടെത്തിയത് ആര്? ഹൈഡ്രജനെ കണ്ടെത്തിയത് ആര്? ലാബിൽ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ആരാണ് കണ്ടെത്തിയത് അല്ലെ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ്. എന്നാണ് വർഷം? 1766. അദ്ദേഹം എന്താണ് പറയുന്നത് അറിയാമോ? കത്തുന്ന വായുവിനെ ഞാൻ കണ്ടെത്തി എന്നാണ് പറഞ്ഞത്. കത്തുന്ന വായുവിനെ ഞാൻ കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കത്തുന്ന വായു എന്ന് ചോദിച്ചാൽ എന്തെഴുതാം? ഹൈഡ്രജൻ എന്നെഴുതാം.
ജലം ഉണ്ടാക്കുന്നെന്ന് അർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കുണ്ടായത്. ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കുണ്ടായത്. ഹൈഡ്രജൻ എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ. ഒരു PSCയുടെ ചോദ്യമുണ്ടല്ലേ, ജലം ഉണ്ടാക്കുന്നത് എന്ന ഒരു അർത്ഥം വരുന്നത് ഏത് മൂലകമാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ഹൈഡ്രജൻ എന്നാണ് ഉത്തരം. നമുക്ക് ഹൈഡ്രജൻ എങ്ങനെ ലാബിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഹൈഡ്രജൻ എങ്ങനെ പരീക്ഷണശാലകളിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. SCRT അത് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. സിങ്ക് എന്ന ലോഹമാണ് അതിന് ഉപയോഗിക്കുന്നത്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ എടുക്കും. എന്നിട്ട് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാക്കും. ഗേഷ്യസ് ഫോമിൽ ആരുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഇങ്ങനെയാണ് പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. അതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം. ആദേശസന്ധി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഒരു വർണ്ണം പോയിട്ട് വേറൊരു വർണ്ണം ആ സ്ഥാനത്തേക്ക് വരുന്ന ആദേശസന്ധി മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഫുട്ബോൾ കളിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ടില്ലേ? ഒരാൾ പോയിട്ട് വേറൊരാൾ കയറുന്നു അല്ല, ഒരാൾ ബോഡിനെ അടിക്കുമ്പോഴത്തേന് അയാൾ ഇറങ്ങുന്നു, പിന്നെ അടുത്തൊരാൾ ഇറങ്ങുന്നു അല്ലേ, ഗ്യാലറിയുള്ള ഒരാൾ ഇറങ്ങുന്നു. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ എങ്ങനെ സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലായിരുന്നോ? ഹൈഡ്രജൻ ആരുടെ കൂടെ? ക്ലോറിൻ്റെ കൂടെ. ഒരു ലോഹമാണ് സിങ്ക്. ഈ ലോഹത്തിനെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ ലോഹം കയറി ആരുടെ സ്ഥാനത്തിരുന്നു? ഈ ഹൈഡ്രജന്റെ സ്ഥാനത്ത് കയറിയിരുന്നു അല്ലേ. ക്ലോറൈഡിൻ്റെ കൂടി ഇപ്പോൾ ആരാണ്? സിങ്ക് ആണ്. ഹൈഡ്രജൻ പോയി സിങ്ക് വന്നു, അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായി. അതാണ് ആദേശ രാസപ്രവർത്തനം. സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പഠിച്ചാൽ മതി നമുക്ക്. പിന്നെ ബൈ പ്രൊഡക്റ്റായിട്ട് ആരും കിട്ടി? മെയിൻ പ്രൊഡക്റ്റായിട്ട് ആരും കിട്ടി? ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടി. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജനെ മാറ്റി ആ സ്ഥാനത്തേക്ക് മറ്റൊരു മൂലകം, ഇവിടെ അത് സിങ്കാണ്, മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്നു അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോർമലി ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻസിന് എക്സാമ്പിളായിട്ട് കൊടുക്കുന്ന ലോഹം, ഏതെങ്കിലും ഒരു ലോഹം, സിങ്കോ മഗ്നീഷ്യോ അലൂമിനിയോ ഏതൊരു ലോഹം പ്ലസ് നേർപ്പിച്ച ആസിഡ്, അതെന്ത് കമ്പൈൻ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. എക്സാമ്പിൾസ് നോക്കാം, അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ലോഹം പ്ലസ് ഒരു ആസിഡിന്റെ കാര്യം മുമ്പ് പറഞ്ഞിരുന്നു, അതിന് പോലെ ഒരു എക്സാമ്പിൾസ് ആണ്. മഗ്നീഷ്യം ലോഹമാണ്, ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രജന്റെ സ്ഥാനത്ത് ആര് വന്നു? മഗ്നീഷ്യം വന്നു. ഹൈഡ്രജൻ പോയി ഇവിടെ ആര് വന്നു? ക്ലോറിന്റെ കൂടെ മഗ്നീഷ്യം വന്നു. ഗ്യാസ് എല്ലാം ആര് തന്നെയാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിങ്ക് പോയിട്ട് H2SO4, എച്ചിന്റെ സ്ഥാനത്ത് ആര് വന്നു? സിങ്ക് വന്നു. അത് പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി. മഗ്നീഷ്യവും നൈട്രിക് ആസിഡ്, HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ആണ്. എച്ചിന്റെ സ്ഥാനത്ത് ആര് വന്നു? മഗ്നീഷ്യം വന്നു അല്ലെ. NO3 അവിടെ തന്നെ ഉണ്ട്. പിന്നെ ആര് വന്നു? ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടി. മറ്റു ചില എക്സാമ്പിൾസ് നോക്കാം. നമ്മളിപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഇത് പഠിച്ചത്. ഈ ആദേശ പ്രവർത്തനം ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളിൽ മാത്രമല്ല, മറ്റു ചില എക്സാമ്പിൾസും ഉണ്ട്. നോർമൽ ഔട്ട് ഓഫ് ദി ബോക്സ് ഉള്ള എക്സാമ്പിൾസ്. ഇപ്പോൾ സിങ്ക് കോപ്പർ സൾഫേറ്റൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിങ്കിന്റെ സ്ഥാനത്ത് സിങ്ക് സൾഫേറ്റ് കിട്ടും. പിന്നെ കോപ്പറെ അത് എക്സ്ട്രാക്ട് ചെയ്ത് കളയും. പിന്നെ സോഡിയം ബ്രോമൈഡും ക്ലോറിനൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ സോഡിയത്തിന്റെ സ്ഥാനത്ത് ആര് വരും? ബ്രോമിന്റെ സ്ഥാനത്ത് ആര് വരും? ക്ലോറിൻ കയറി വരും. കേട്ടോ, ക്ലോറിൻ കയറി വരും. അപ്പോൾ അതെല്ലാം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബ്രോമിൻ ഗ്യാസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പൊ മീഥേനും ക്ലോറിനും കൊടുക്കണം അല്ലേ, ഒരു PVC സാധനം കിട്ടും അല്ലേ. ഇവിടെ അല്ലേ ഒരു സാധനം വന്നു, ഒരു H പോയിട്ട് ഒരു ഹൈഡ്രജൻ പോയിട്ട് ആര് വന്നു? ഒരു ക്ലോറിൻ വന്നു. ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ക്ലോറിൻ വന്നു. ആ ഹൈഡ്രജൻ വേറെ ക്ലോറിനുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ തന്നു. ഇങ്ങനെയാണ് ആദേശ പ്രവർത്തനങ്ങൾ. പ്രധാനമായിട്ട് ഈ വാദങ്ങൾ പഠിക്കാൻ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് നമുക്കൊരു കാര്യം അറിയാലോ, വെള്ളം ഉണ്ടാവുമെന്നറിയാം. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് നോക്കാം. നമുക്ക് ഹൈഡ്രജൻ ഓക്സിജനും കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. അതായത് പറയാം, വെള്ളമാണ്, ജലമാണ് അല്ലേ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അത് താപം ഉണ്ടാക്കുന്നത്, കുറച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു വിളിക്കുന്ന പേരുണ്ട്, താപമോചക പ്രവർത്തനം എന്ന് പറയും. താപമോചക പ്രവർത്തനം, എക്സോതെർമിക് റിയാക്ഷൻ
വെൻ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇറ്റ് ഈസ് കോൾഡ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എക്സോ തെർമിക്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എൻഡോ തെർമിക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സോ തെർമിക്കാണ്, ഹീറ്റ് അല്ലെ താപം ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ SCERTക്ക് അത് പറയുന്ന ഒരു ഡെഫിനേഷനാണ്, ഹൈഡ്രജൻ ഓക്സിജനുമായി കത്തുമ്പോൾ ജലമുണ്ടാകുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഹൈഡ്രജൻ ഓക്സിജനുമായി കത്തുമ്പോൾ എന്നാണ് പറയുന്നത്. രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ അല്ല, കത്തുമ്പോൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കത്തുമ്പോൾ ജലമുണ്ടാകുന്നു. ഇത്തരത്തിൽ രണ്ട് മൂലകങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പദാർത്ഥം ഉണ്ടാകുന്നതിനെയാണ് സംയോജന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ, ഈ പദാർത്ഥങ്ങൾ വന്ന് മൂലകങ്ങളാകാം, അല്ലെ വലിയ വലിയ സംയുക്തങ്ങളും ആകാം. ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ച് കമ്പൈൻ ചെയ്ത് ഒരു സംയുക്തം, ഒറ്റ സംയുക്തം, ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുന്നതാണ്. വേറെ ബൈ പ്രോഡക്റ്റ് ഉണ്ടോ? ഇല്ല. ഒറ്റ കോമ്പൗണ്ട് ഉണ്ടാകുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം. രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ. മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രജനും ക്ലോറിനും കൂടെ കൂടി ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ക്ലോറിനും ഒറ്റ സംയുക്തം ഉണ്ടായി, രണ്ട് പദാർത്ഥങ്ങൾ കൂടി ചേർന്ന് ഒറ്റ സംയുക്തം ഉണ്ടായി. അതാണ് സംയോജന രാസപ്രവർത്തനം. രണ്ടുകൂടെ ഒന്നു ചേർന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായി. ഇനി നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ സംയോജന പ്രവർത്തനത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അമോണിയ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചാണ്. ഹൈഡ്രജന്റെ ഒരു ഉപയോഗമാണ് അമോണിയ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. നൈട്രജനും ഹൈഡ്രജനും അല്ലെ കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്നു, അല്ലെ രണ്ട് സംയുക്തങ്ങൾ കമ്പൈൻ ചെയ്ത് ഒരു പദാർത്ഥം ഉണ്ടായി. അതാണ് സംയോജന രാസപ്രവർത്തനം. മഗ്നീഷ്യം ഓക്സൈഡ് അങ്ങനെ ഉണ്ടായി, രണ്ട് ഓക്സിജൻ ഒരു ആറ്റോമിൽ എടുത്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാക്കുന്ന കാര്യം, സോഡിയം ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന കാര്യം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്ന കാര്യം, ഇതെല്ലാം എന്ത് റിയാക്ഷൻസ് ആണ്? സംയോജന രാസപ്രവർത്തനങ്ങളാണ്. രണ്ട് പദാർത്ഥങ്ങൾ ചേർന്ന് ഒരു പദാർത്ഥം ഉണ്ടായി. നമ്മൾ എന്തൊക്കെ റിയാക്ഷൻസ് പഠിച്ചായിരുന്നു? ആദ്യം പഠിച്ചതായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിരുന്നില്ല, ഒരു സാധനം പോയിട്ട് മറ്റൊരു സാധനം. സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡ് ആസിഡ് കമ്പൈൻ ചെയ്ത് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഹൈഡ്രജന്റെ സ്ഥാനത്തെ ഹൈഡ്രജനെ മാറ്റിയിട്ട് സിങ്ക് വന്ന് കയറി. അതാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് അല്ലേ സംയോജന രാസപ്രവർത്തനം, കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ രണ്ട് പ്രധാന കാര്യമാണ് ഹൈഡ്രജൻ എന്നൊരു ടോപ്പിക്കിനകത്ത്, ഹൈഡ്രജൻ എന്ന വാതകത്തിനകത്ത് പഠിച്ചത്. ഹൈഡ്രജൻ വാതകങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പ്രധാന ഉപയോഗം, അതൊരു നല്ലൊരു ഭയങ്കര വെരി ഹൈ കലോറിക് വാല്യൂ ഉള്ളൊരു ഇന്ധനമാണ്. എന്നിട്ടും എന്താ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ഇത് സംരംഭിച്ച് വെക്കാനും കൺട്രോൾഡ് യൂസിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡെയിലി അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് വീടുകളിലൊക്കെ സുഖമായിട്ട് ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു. ഇത് ഭയങ്കര കമ്പഷൻ പവറാണ്, അല്ലെങ്കിൽ വളരെയധികം ഹൈ കലോറിഫിക് വാല്യൂ ആണ്. കലോറിക് മൂല്യം എന്താണെന്ന് വെച്ചാൽ, ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ്. കുറച്ച് മാസമുള്ള ഹൈഡ്രജൻ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഒരു താപോർജ്ജം പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ഹൈഡ്രജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യാത്തത്, ഇന്ധനമായിട്ട് യൂസ് ചെയ്യാത്തത്. പക്ഷേ ഭാവിയിൽ അങ്ങനെ ഒരു സാങ്കേതികത ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ നമുക്ക് ജീവിതകാലം ഫുള്ളും ഒരു ഇത്ര കാലം ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയേ പറ്റത്തില്ല. അതിനുള്ള ഉത്തരമായിട്ട് ആരാണ് നിൽക്കുന്നത്? ഹൈഡ്രജനാണ്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിലെ ഇന്ധനം എന്ന് ചോദിച്ചാൽ ആരെഴുതും? ഭാവിയിലെ ഇന്ധനം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ എഴുതണം. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജനാണ്. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജത്തെ എന്താണ് പറയുന്നത്? കാലോറിക മൂല്യം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു ബാറ്ററി പോലെ സങ്കല്പിച്ച് അതിനകത്ത് ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവുമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും പ്രത്യേക ചേമ്പറിലാക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര വെരി ഗുഡ് എഫിഷ്യൻസിയാണ്. അതായത് നല്ലൊരു എഫിഷ്യൻ്റാണ്. അതായത് അതിൻ്റെ പ്രവർത്തനക്ഷമത വളരെ ഹൈ ആണ്. പിന്നെ അധികം പൊല്യൂഷൻ ഉണ്ടാക്കത്തില്ല. നമ്മൾ നോർമലി കാണുന്ന ബാറ്ററീസിലൊക്കെ യൂസ് ചെയ്യുന്ന ആസിഡുകൾ പൊല്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽസിൻ്റെ ഇതിനെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസ് എന്നാണ് ഇതിനെ പറയാറുള്ളത്. അല്ലെങ്കിൽ നോർമലി ഫ്യൂവൽ സെൽസ് എന്നാണ് പറയാറുള്ളത്. ഫ്യൂവൽ സെൽസിലെ ഘടകങ്ങൾ ഏതാണെന്ന് വെച്ചാൽ എന്തെഴുതണം? ഹൈഡ്രജനും
ഓക്സിജനും. എന്തൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. മലിനീകരണമില്ല, അതുപോലെ ഉയർന്ന പ്രവർത്തനക്ഷമതയാണ്. ഫ്യൂവൽ സെൽസിൻ്റെ മെയിൻ അല്ലേ അവരുടെ ഗുഡ് പോയിന്റ്സ് അതാണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനാണ് പഠിച്ചത്. ഇനി ക്ലോറിൻ, നൈട്രജൻ ഒക്കെ പഠിക്കാനുണ്ട്, ഓക്സിജൻ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ മറക്കണ്ട, മോക്ക് ടെസ്റ്റ് ചെയ്യണം, പിന്നെ റിവിഷൻ ചെയ്യണം. ഇപ്പോൾ കുറച്ച് കാര്യം പഠിച്ചു. പലരും ഇയർ ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇയർ ബുക്ക് തുറന്നു നോക്കുന്നില്ലെന്നറിയാം. നമ്മൾ ഇയർ ബുക്ക് എന്താണ് പഠിക്കേണ്ടത്, ഏതാണ്, എവിടെ തൊട്ട് എവിടെയാണ് പഠിക്കേണ്ടത് എന്നതിൻ്റെ ഇടാറുണ്ട് ഗ്രൂപ്പുകളിൽ. അതൊന്ന് നോക്കി ഇയർ ബുക്ക് ഒന്ന് പഠിക്കണം. കാരണം ഇയർ ബുക്ക് റാങ്ക് ഫെല്ലിന് ബദലായിട്ടാണ്. അതിനകത്തും SCRT കവർ ചെയ്താണ് പോയേക്കുന്നത്. വളരെ പ്രയോജനകരമാണ്. ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ നടന്ന് ഇയർ ബുക്ക് വായിക്കുമ്പോൾ അങ്ങ് പൊക്കോളും. അതുകൊണ്ടാണ് ഇയർ ബുക്ക് വായിക്കണമെന്ന് പറയുന്നത്. ഇയർ ബുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഗ്രൂപ്പിൽ ഫോട്ടോ സഹിതം പേജ് നമ്പർ സഹിതം ഇടാറുണ്ട്. അത് ഫോളോ ചെയ്യുക. അപ്പോൾ റിവിഷൻ മറക്കണ്ട, ഇയർ ബുക്ക് മറക്കണ്ട, മോക്ക് ടെസ്റ്റ്, ഏതെങ്കിലും പരീക്ഷകൾ മോക്ക് ടെസ്റ്റ് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. സംശയങ്ങൾ ചോദിക്കാതിരിക്കലും. മാത്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇടുക. നമുക്ക് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം.